നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു കിലോ മോത ഫിഷാണ്. അപ്പോൾ മോത ഫിഷ് നല്ലോണം കട്ട് ചെയ്ത് നല്ല ബോൺലെസ് ഒക്കെ ചെയ്ത് നല്ല കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഷിലോട്ട് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം 1 കിലോ മീനാണ്, അപ്പം 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൊടി ഞാൻ ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ്. പിന്നെ ശകലം വന്നിട്ട് നമ്മുടെ കുരുമുളകും ഇടുന്നുണ്ട്. പിന്നെ ശകലം ഉപ്പും ഇടുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ശകലം പെരിഞ്ജീരകം, അത് ഹോൾ പെരിഞ്ജീരകമാണ്, പൊടിക്കാത്ത പെരിഞ്ജീരകം, അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഈ മസാല ഇടാൻ വേണ്ടി കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ട നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന കാരണം നമ്മൾ ഇപ്പോൾ തവയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ മുട്ട വേണ്ട. എന്നാൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും മസാല ഒന്ന് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ തവയിൽ ഗ്രിൽ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ മസാല എല്ലാം ഇട്ട് നമ്മൾ ഒരു 20 മിനിറ്റോളം നമ്മൾ മാറ്റി വെക്കുകയാണ്. മസാല എല്ലാം നല്ലോണം ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും ബെസ്റ്റ് മീൻ എന്ന് പറഞ്ഞാൽ മോത കൊള്ളാം, പിന്നെ ചൂര കൊള്ളാം. നല്ല ചൂര, ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ്, നവര അങ്ങനെയുള്ളതൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ നല്ല സ്റ്റിഫായിരിക്കുന്ന മീൻ, മസാലയൊക്കെ ഇട്ട്. അപ്പം നല്ല ചൂരയൊക്കെ ബെസ്റ്റാണ്. അപ്പം നമ്മൾ നമ്മൾ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉണക്കമുളക് ഒരു 4-5 ഉണക്കമുളക് ഞാൻ എടുത്ത് 2ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാഫ് ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കരിവേപ്പില, പിന്നെ വന്നിട്ട് 1/2 കിലോ സബോള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക്, പിന്നെ വന്നിട്ട് 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു തേങ്ങയുടെ 2 മുറി തേങ്ങ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ എണ്ണയിൽ വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല അടിയിൽ കട്ടിയുള്ള നല്ല ഉരുളിയോ പാത്രം എടുത്തിട്ട് അതിൽ ചെറിയ ഫയറാക്കിയിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഒഴിച്ചിങ്ങനെ ഒരു 200 ml വെളിച്ചെണ്ണയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന സോട്ട് ചെയ്യാൻ വെച്ചിരുന്ന പെരിഞ്ജീരകം, ഉണക്കമുളക്, കരിവേപ്പില എല്ലാം ഇട്ട് അത് ഒന്ന് ചെറിയ ഫയറിലൊന്ന് സോട്ടാക്കുക. അപ്പം സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് തേങ്ങ അടുത്ത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സവോള ആഡ് ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫയർ വളരെ കുറവാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം അത് കരിയാണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഓണിയൻ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 കിലോ ഓണിയൻ, അതും കൂടെ നമ്മൾ സോട്ട് ചെയ്യുക. ശകല ഉപ്പും കൂടെ ഇടുമ്പോൾ പെട്ടെന്ന് സോട്ടായി കിട്ടുന്നതാണ്. അപ്പോൾ ആൾറെഡി നമ്മൾ മസാലയിൽ ഉപ്പിട്ട് കഴിഞ്ഞു, ശ്രദ്ധിക്കുക. ഇതിൽ ഉപ്പ് ശകലം ഇടുന്നുണ്ട്. ഉപ്പ് ഇടേണ്ട പ്രാധാന്യമില്ല, ഒന്ന് ഇടണമെങ്കിൽ ഇടാം, പെട്ടെന്ന് സോട്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ മസാല ഇടുന്ന ഫിഷിനെ നമ്മൾ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വറുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ല, അത്രയും കൂടുതൽ വെളിച്ചെണ്ണ വറുക്കാത്തവർക്ക് തവയിലിട്ട് നമ്മൾ ചെയ്യാം. അതിൻ്റെ ടെക്സ്ചർ മാറുന്നേ ഉള്ളൂ, മനസ്സിലായി. ചിലപ്പം അത് അല്ലാണ്ട് വേറെ ടേസ്റ്റിനൊന്നും ഡിഫറൻറ്റ് ഉണ്ടാവില്ല. അപ്പം അതുപോലെ തന്നെ നല്ല സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഉരുളിയിൽ ഇങ്ങനെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഫയർ കൂട്ടാൻ പാടില്ല, കൂട്ടിക്കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം സ്ലോ ഫയറിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന ടൈമിൽ നമ്മൾ സോട്ട് ചെയ്യുക. പിന്നെ അതിന് ശേഷം മസാല ഇടുമ്പോഴത്തേക്കും നമ്മൾ 1 ടേബിൾ സ്പൂണ് നമ്മൾ കുരുമുളക് എടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി എടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പെരിഞ്ജീരകം, അത്രയും പെരിഞ്ജീരകം എടുക്കുക. പിന്നെ വന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ മസാല. അപ്പം നമ്മൾ ഇത്രയും മസാല നമ്മൾ ആഡ് ചെയ്യുക. ശകലം മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ചേർക്കുക. അപ്പോൾ ഇത്രയും മസാല നമ്മൾ ഓണിയൻ സോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സോട്ടിങ് ഓണിയനിൽ നമ്മൾ ജിഞ്ചർ പേസ്റ്റെല്ലാം സോട്ടായി. അപ്പോൾ അതെല്ലാം പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ ഈ മസാല എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിനു ശേഷം അതും പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നല്ലോണം സോട്ട് ചെയ്തതിനു ശേഷം പിന്നെ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. അപ്പം ചിലപ്പോൾ 2 മിനിറ്റ് ആവും, 3 മിനിറ്റ് ആവും. പിന്നെ എടുത്തി വെച്ചിരിക്കുന്ന തക്കാളിനെ നമ്മൾ ഇങ്ങനെ സോട്ട് ചെയ്യുക. അപ്പോൾ തക്കാളി ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ട് ആ മസാലയിലൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും ഉടഞ്ഞു വരുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് കുറച്ച് കുഴമ്പ് പരുവത്തിലാക്കണം, എങ്കിലേ ഫിഷിൽ പിടിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനകത്ത് ഈ മസാലയ്ക്കകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനൊരു കുഴമ്പ് പരുവാക്കുക, മനസ്സിലായി. കുഴമ്പ് പരുവം നമ്മളാക്കുക.
കുഴമ്പ് വരും, കുഴമ്പ് വരും ആയതിനു ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്ലോ ഫയറിൽ ഇങ്ങനെ വീണ്ടും വെള്ളം വറ്റും. വീണ്ടും നമ്മൾ ശകലം വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം വേറെ നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നല്ല ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫിഷ് നമ്മൾ എടുത്തിട്ട് ആ മസാലയ്ക്കകത്ത് ഇട്ടു. നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇളക്കുമ്പോൾ അടി നോക്കി തന്നെ, അടി ചേർത്ത് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ ഫിഷ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അല്ലെങ്കിൽ തോരനായി പോവും ഫിഷ്. അപ്പം ഇങ്ങനെ അടിയിലിട്ട് നമ്മൾ മെല്ലെ ഇളക്കുക. അപ്പം നമ്മുടെ ദേഷ്യമൊക്കെ നമ്മൾ ഇതിൽ സ്ലൈസറിൽ അല്ലെങ്കിൽ കുക്കിങ്ങിൽ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പം നമ്മൾ എപ്പോഴും ആൾക്കാർ പറയുന്നത് എന്നാൽ സ്നേഹമുണ്ടെങ്കിലാണ് നല്ല ഫുഡ് വരുന്നത്. ശരിക്കും നമ്മുടെ മനസ്സ് നല്ല എന്താ പറയുക, നല്ല കൂളായിരിക്കണം. കൂളായിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ല ആഹാരം വരുള്ളൂ. അതെനിക്കുള്ള എൻ്റെ ആശാന്മാർ പറഞ്ഞു തന്നതാണ്. അതൊരു തിയറിയാണ്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ എന്തായാലും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, നല്ല സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും, സൈഡായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. കിടിലൻ ഡിഷാണ്, കണ്ടപ്പോൾ തന്നെ കൊതി കൂറുന്ന ഡിഷാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.